അവിടെ കൊണ്ടുപോകണം. ഡ്രസ് 13 ദിവസം നമ്മൾ പ്രമോഷന് പോകുന്നതല്ലേ. ഇപ്പൊ ഡ്രസ്സുകൾ ഒരു ദിവസം ഇടുന്നത് തന്നെയാണ് പിറ്റേ ദിവസം ഇടുന്നത്. 13 ദിവസം 13 ഡ്രസ്സ് വേണം. അത് തന്നെ കൊണ്ടുപോകണം. ഇത്തവണ ഗിഫ്റ്റ് ഒന്നും എനിക്ക് അറിയത്തില്ല. രേണു എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. കാര്യം നമ്മള് ചെല്ലുക, നമ്മുടെ ജോലി തീർക്കുക, തിരിച്ച് വേഗം വരിക. ഇവിടെ ഒരുപാട് ജോലികൾ ബാക്കി. പേഴ്സണലി ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. രേണുവിന് സുധി എന്നൊക്കെ ചേർത്ത് വിളിക്കാൻ ഹസ്ബൻഡാണല്ലോ ചേർത്ത് വിളിക്കാം. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണലി പറയുവാണെങ്കിൽ രേണു സുധി, കൊല്ലം സുധി എന്നുള്ള പേര് ഇതിൽ കൂടെ ചേർത്ത് കളങ്കപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് സുധിയുടെ പേരെന്തായാലും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. രേണു ഇപ്പം ദുബൈയിലങ്ങണ്ടാണ് പരിപാടിയായിട്ടൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. പറയുന്നത് കേട്ടില്ലേ, എന്തൊരു ദുബൈയിൽ ആണ്. ഗിഫ്റ്റൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. കാര്യം യുദ്ധമൊക്കെ അല്ലേ, ഗിഫ്റ്റൊക്കെ കിട്ടുമെന്ന് തോന്നുന്നില്ല. എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് വരണം, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. അറിഞ്ഞില്ലാന്ന് തോന്നുന്നു രേണു. ഇവിടെ അടുത്തൊരു പണി കാത്തിരിപ്പുണ്ടെന്നേ, അറിഞ്ഞില്ലാന്ന് തോന്നുന്നു. അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു കള്ളുഷാപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രേണുവിനെ 2-3 പേരെടുത്ത് ഞാൻ അമ്മാനമാടുന്ന സീനൊക്കെ കണ്ടില്ലേ നിങ്ങൾ? 2-3 പേരെടുത്ത് രേണുവിനെ അമ്മാനമാടുന്ന സീനും, അതിൽ കള്ളുകുടി സീനൊക്കെയാണല്ലോ കാണുന്നത്. കള്ളുഷാപ്പിൽ നിന്ന് കള്ളാണല്ലോ അവിടെ, അല്ല പഞ്ചാബത്തൊന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ കള്ളുകുടിയുടെ സീനും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഏതൊരു യൂട്യൂബർ, പേരെനിക്കറിയില്ല, ഒരു യൂട്യൂബർ ചെന്നിട്ട് അതിനെതിരെ ഒരു കംപ്ലൈൻ്റ് ആകേണ്ട ചെയ്തു. ഗവൺമെൻറ് അബ്കാരി ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു. ഇപ്പം എത്രയോ 50,000 എന്നാണ് കേട്ടത് പെനാൽറ്റി വന്നിട്ടുണ്ട്. എത്രയോ വർഷത്തേക്ക് ഇനി റീൽസുകളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഉള്ള ബാനും വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടല്ലേ. അപ്പോൾ അവിടെ നിന്ന് എത്തപ്പോഴത്തേക്ക് ഇവിടെ എന്തൊക്കെ ഒരുപാട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇതുപോലെ ആവോ? പിന്നെ ദുബൈയിലൊക്കെ പോയി ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കാൻ പറ്റാത്ത വിഷമത്തിലും, ഇതിന് മുമ്പൊക്കെ ദുബൈയിൽ പോയ ചരിത്രങ്ങളൊക്കെ അറിയാമല്ലോ. പോയി ഡാൻസും കളിച്ചും മാടിപ്പാടിയും വെള്ളമടിച്ച് ഫിറ്റായെന്നും പറഞ്ഞൊക്കെ ഒരുപാട് നമ്മൾ കണ്ടതാണ്. അതുപോലെ പല പല ഡാൻസുകളും നമ്മൾ കാണുന്നുണ്ട്. കുറച്ച് ഡാൻസ് കൊണ്ടൊന്ന് കണ്ടെന്നല്ലോ. ഇപ്പം അടുത്തൊരു വർഷം പുതിയൊരു അറിവും കൂടെ വന്നിട്ടുണ്ട്. രേണു ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടു. അതായത് രേണു യൂട്യൂബിൽ മെമ്പർഷിപ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട്. അത് ഈ നിഷാന അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ മെമ്പർഷിപ്പ് ലൈവ് തുടങ്ങുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ. അതുപോലെ മെമ്പർഷിപ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നതായിട്ടൊരു വാർത്ത കേട്ടു. ഈ രേണു തന്നെ പറഞ്ഞതായിട്ടാണ്. മെമ്പർഷിപ്പ് ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പല റീൽസിലും വയറും അവിടെ എവിടെയൊക്കെ എക്സ്പ്ലോസീവായിട്ട് കാണിച്ചു കഴിഞ്ഞു വീഡിയോകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ആൾക്കാരെ. കുട്ടികൾ വരെ കാണുന്ന കാര്യം. നമ്മൾ ഏതൊരു വീട്ടിലും മൊബൈലുള്ള വീടുകളല്ലാത്ത ഒരു വീടുമില്ല. അവിടെ കുട്ടികളുടെ കയ്യിലൊക്കെ ഈ ഫോണാണ്. ഈ ഫോണെടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഈ വീഡിയോകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് വീഡിയോകൾ ചെയ്യുന്നത്. ഒരു വീഡിയോ മാന്യമായിട്ടൊരു വീഡിയോകളൊന്നും കാണുന്നത് അത്രയും വീഡിയോ അങ്ങനെ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇനി മെമ്പർഷിപ്പ് ലൈവ് കൊണ്ട് തുടങ്ങത്തില്ല. അതൊക്കെ അവരെ ഇഷ്ടം, അത് കാണുന്നതും മറ്റുള്ളവരുടെ ഇഷ്ടം. അതിനൊന്നും ഞാൻ കൈകടത്തുന്നില്ല. പക്ഷേ ഒരുപാടൊന്നും ഞാൻ വലിച്ചു കിട്ടാനും ഉദ്ദേശിക്കുന്ന കാര്യം, ഇതൊക്കെ ഒരുപാട് പേര്, പല യൂട്യൂബർമാരും പല ആൾക്കാരും ഒക്കെ ഒരുപാട് പേര്
രേണുവിനെ പറ്റി ഒരുപാട് വിമർശിച്ചിട്ടുള്ളതുമാണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതുമാണ്. ഇതിൽ കൂടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും നടക്കാനും പോകുന്നില്ല. ഒരു കാര്യം ഉറപ്പാ, നമ്മളെ സ്തുതി ബ്രോ ഉണ്ടായിരുന്നു എങ്കിൽ, കൊല്ലം സ്തുതി ഉണ്ടായിരുന്നു ഇങ്ങനെ അഴിഞ്ഞാടാൻ പറ്റത്തില്ലേ? അപ്പൊ എന്തായാലും അഴിഞ്ഞാടം നടക്കട്ടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. നമ്മളിതിൽ നടക്കില്ല. കണ്ടാൽ കണ്ടതിനകത്ത് ഒന്ന് പ്രതികരിച്ചെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോകളും കൂടെ കണ്ടിട്ട് ആ കൂട്ടത്തിൽ ഇവിടെയൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ഇങ്ങോട്ട് സുഖം പറഞ്ഞാലോ. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ആ കൂടെ കണ്ടെങ്കിൽ കിട്ടും.